എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മളൊരു ഹൈ ക്വാളിറ്റി ഫോർച്യൂണർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെപ്പോഴും കൊണ്ടുവരുന്ന പോലെ തന്നെ ത്രൂ ഔട്ട് കമ്പനി സർവീസ് ഉള്ള റീപ്ലേസ്മെന്റ് ഒന്നുമില്ലാത്ത ഒരു 4x2 BS6 2020 മോഡൽ വാഹനമാണിത്. ഇത് ഓടിയിരിക്കുന്നത് 1,63,000 കിലോമീറ്റർ ആണ്. പ്രോപ്പർ സർവീസിൽ പോയിരിക്കുന്നതാണ്. വണ്ടിയുടെ ലാസ്റ്റ് സർവീസ് ഈ വർഷം 4-ാം മാസമാണ് ചെയ്തിരിക്കുന്നത്. 1,61,000 അങ്ങനെ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വാഹനത്തിന്റെ ഓൾ അറൗണ്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് പതിവ് പോലെ ഈ ഒരു സൈഡിൽ നിന്ന് ഞാൻ ഈ മൊത്തത്തിൽ പറയാം. കാരണം ഞാൻ ഓൾറെഡി പെയിന്റ് എല്ലാം ചെക്ക് ചെയ്താണ്. ഈ വണ്ടിയിൽ ഒരു സിംഗിൾ പീസിൽ മാത്രമാണ് റീപെയിന്റ് വന്നിരിക്കുന്നത്. ഡിക്കിയിലാണ്. അതും ടൊയോട്ടയുടെ ഷോറൂമിൽ നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിന്റും വന്നിട്ടില്ല. ഡെന്റുകളൊന്നും തന്നെ ഇല്ല. ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ട്, അതേ ഉള്ളൂ. ഇതിൽ വേറെ ഒന്നും പറയാനായിട്ടില്ല. ഡെന്റുകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഓരോ ഡോറുകൾ തുറന്ന് അതിന് ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മേൽവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ പുറകിലത്തെ ഡോറിലേക്ക് വരാം. എല്ലാ ഗ്ലാസുകളും ഒറിജിനലാണ്. ഒരു ഗ്ലാസ് പോലും റീപ്ലേസ്മെന്റ് വന്നിട്ടില്ല. ഫ്രണ്ട് വിൻഷീൽഡ് ഉൾപ്പെടെ ഒറിജിനൽ ഗ്ലാസ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഡോർപാടുകളൊക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ക്വാർട്ടർ പാനലിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ പുറകു വശത്തേക്ക് വരുമ്പോഴത്തേന് ടെയിൽ ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. ഈ ഡിക്കിയിൽ മാത്രമാണ് റീപെയിന്റ് വന്നിട്ടുള്ളത്. അത് കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു വേരിയേഷൻ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. നമുക്ക് ഡിക്കി തുറന്നിട്ട് ഇതിന് ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നമ്മൾ എടുത്ത് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാർട്ടർ പാനലൊക്കെ റീപ്ലേസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമൊന്നും പിന്നെ ഈ ഒരു ഫിനിഷിങ്ങിൽ കിട്ടത്തില്ല. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മേൽവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത വശത്തേക്ക് വരാം. ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് കാണാം. ഇവിടുത്തെയും കമ്പനിയുടെ പേസ്റ്റിംഗ്, ഇവിടുത്തെ പഞ്ചിങ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടുത്തെയും കമ്പനിയുടെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് അടുത്ത വശത്തേക്ക് പോകാം. നമുക്ക് ഈ ഒരു വശം ഞാൻ മൊത്തത്തിൽ പറയാം. ഈ സ്ഥലത്ത് ഒന്നും തന്നെ, ഈ ഒരു ഭാഗത്തൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ ഡോറുകൾ തുറന്ന് അതിന് ഉൾവശം ഒന്ന് കാണാം. ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർപാടുകളൊക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. ഇനി മേൽവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഡോറിലേക്ക് വരാം. ഫ്രണ്ട് ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഡോർപാടൊക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു നോബ് മിസ്സിംഗ് ഉണ്ട്. അത് അവർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മാറി തന്നെ ആയിരിക്കും വണ്ടി തരിക. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം. ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഫെൻഡറിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഫെൻഡറിലും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചുകളോ റീപെയിന്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ പാർട്ട് ബോണറ്റിലേക്ക് വരാം. ബോണറ്റിൽ ഡെന്റുകളോ സ്ക്രാച്ചുകളോ റീപെയിന്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഉള്ളത്. ഹെഡ്ലൈറ്റ് ഒക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ബോണറ്റ് തുറന്ന് ഇതിന്റെ എഞ്ചിൻ റൂം ഒന്ന് കാണാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. അപ്പോൾ നമ്മൾ ബോണറ്റിന്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടെ ടൊയോട്ടയുടെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ പേസ്റ്റിംഗ് ഒക്കെ നമുക്ക് വൃത്തിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിൻ റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയറിങ്ങിലൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും വന്നിട്ടില്ല. ഇത് 2020 മോഡൽ ആയതുകൊണ്ട് തന്നെ ആഡ് ബ്ലൂ ഒഴിക്കുന്ന ക്യാപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ നമുക്ക് കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. ഈ നട്ടുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇത് തൊട്ടിട്ട് പോലും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം.
റെഗുലർ സർവീസിൽ പോയിരിക്കുന്ന ഒരു വണ്ടിയാണ്. നമ്മൾ വണ്ടി ഓടിച്ചിട്ട് വണ്ടിക്ക് ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗിയർ ഷിഫ്റ്റ് ഒക്കെ നല്ല സ്മൂത്ത് ആണ്. വണ്ടിയുടെ പെർഫോമൻസിലൊന്നും യാതൊരു വ്യത്യാസങ്ങളും വന്നിട്ടില്ല. ആ പുതിയ കണ്ടീഷൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഈ വാഹനം ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയറും ടയറും ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 160 ഓടിയ വണ്ടിയാണെന്നൊന്നും നമ്മളിത് കണ്ടാൽ പറയത്തില്ല. അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡാഷ്ബോർഡിലാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേന് ഇവിടെ എങ്ങും സ്വിച്ചുകളിലൊന്നും ഡാമേജ് സംഭവിച്ചിട്ടില്ല. ഓൾ ഫങ്ഷൻസ് വർക്കിംഗ് ആണ്. പിന്നെ സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോഴത്തേന് ഇതിൻ്റെ ഈ കവർ ചെറുതായിട്ട് ഇവിടെ പൊട്ടിയിരിപ്പുണ്ട്. അത് അവർ ആ പാർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് മാറിയിട്ടായിരിക്കും ഈ വാഹനം തരിക. ഇങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മൾ എടുത്ത് പറയുന്നത് നിങ്ങൾ നമ്മളെ കാണാതാണ് വാഹനം എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മൾ തരുന്ന ഡീറ്റെയിൽ A to Z കംപ്ലീറ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പോലും എടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് വാഹനം എടുത്ത് നൽകുന്നത്. അപ്പോൾ ഈ സീറ്റിലേക്ക് വരുവാണെങ്കിൽ സീറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഫ്രണ്ട് സീറ്റിലേക്ക് വരുവാണെങ്കിൽ, ഡ്രൈവർ സൈഡ് സീറ്റിലേക്ക് വരുവാണെങ്കിലും തീർന്നു 160 ഓടിയ വണ്ടിയുടെ സീറ്റാണ്. ഇതൊന്നും അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഭാഗമൊന്നും അമങ്ങിപ്പോവുകയോ ഒന്നും ചെയ്യാതെ ഇത്രയും നല്ല ക്വാളിറ്റിയിൽ തന്നെ ഇരിക്കുന്നത്. അതുപോലെ രണ്ട് സൈഡും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ്. ഇനി സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റിയറിങ്ങിൽ എല്ലാ വണ്ടികളിലും വരുന്ന പോലെ കുറച്ച് കളർ ഫെയ്ഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്വിച്ചുകളിലൊന്നും വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പുറകു നിര സീറ്റുകൾ ഒന്ന് കാണാം. പുറകിലത്തെ നിര സീറ്റുകളിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ അതേ സീറ്റുകളുടെ ക്വാളിറ്റിയിൽ തന്നെയാണ് പുറകിലത്തേതും ഉള്ളത്. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഇൻറ്റീരിയറിലാണെങ്കിലും അകത്താണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ റൂഫിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ റൂഫിലൊന്നും ഈ ചെളിയോ അഴുക്കോ പൊടിയോ ഒന്നുമില്ല. നല്ല വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ബ്രിഡ്സ്റ്റോണിൻ്റെ 2025 മാനുഫാക്ചറിങ്ങിലുള്ള പുതിയ ടയറുകളാണ് കിടക്കുന്നത്. ഇത് നോർമൽ ടയർസ് അല്ല, ഇത് ഓൾ ടെറൈൻ ടയർസ് ആണ് ഈ വാഹനത്തിൽ. 4 പുതിയത് ഇട്ടിരിക്കുന്നത്. ഒന്നിച്ച് വാങ്ങിയ 4 ടയറുകളാണ്. ഫ്രണ്ടിലും ബാക്കിലും എല്ലാം കിടക്കുന്നത് പുതിയ ടയറുകളാണ്. സ്റ്റെപ്പിനി ഒരു ആവറേജ് ത്രെഡേ ഉള്ളൂ. അതാണ് നമുക്ക് ഈ സ്റ്റെപ്പിനിയുടെ ഭാഗത്തെ പറ്റി പറയാനുള്ളത്. അപ്പോൾ വണ്ടിയുടെ ഓൾ അറൗണ്ട് വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ നമ്മൾ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ എടുത്തു പറഞ്ഞാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽ ഞാൻ ഒന്നും കൂടെ പറയാം. 2020 മാനുഫാക്ചറിങ്, 20 രജിസ്ട്രേഷൻ, BS6 സിംഗിൾ ഓണർഷിപ്പിൽ 1,63,000 കിലോമീറ്റർ വിത്ത് പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റും വന്നിട്ടില്ലാത്തൊരു വാഹനമാണ്. ആകെ ഇതിലൊരു റീപെയിന്റ് വന്നിരിക്കുന്നത് ഡിക്കിയുടെ ഭാഗത്താണ്. അതും ടൊയോട്ടയുടെ ഷോറൂമിൽ നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സർവീസ് റെക്കോർഡ്സിൽ അവൈലബിൾ ആണ്. അതുപോലെ ഈ വാഹനത്തിന്റെ ഫുൾ കവർ ഇൻഷുറൻസ് 2027 ജൂലൈ വരെ വാലിഡ് ആണ്. അപ്പോൾ ഈ വാഹനം എടുക്കുന്നവർക്ക് ഇൻഷുറൻസിന്റെ ഭാഗത്തെ പറ്റിയോ വണ്ടിയുടെ ടയറിന്റെ ഭാഗത്തെ പറ്റിയോ അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും അഡീഷണൽ വർക്ക് ചെയ്യാനുണ്ടെന്നോ ഒന്നും ടെൻഷൻ അടിക്കേണ്ട. എടുക്കുക, ഡീസൽ അടിക്കുക, ഓടുക. ആ കണ്ടീഷനിലുള്ള വണ്ടികൾ മാത്രമാണ് നമ്മൾ ചെയ്യുക. അത് നമ്മുടെ വണ്ടി വാങ്ങിയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിന്റെ ടയറിന്റെ ഭാഗത്തെ കാര്യങ്ങളും കൂടെ ഒന്നുകൂടെ ഞാൻ പറയാം. ബ്രിഡ്സ്റ്റോണിന്റെ പുതിയ ഓൾ ടെറൈൻ ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്നത് 26,25,000 രൂപയാണ്. അത് ഓൺ ടേബിളിൽ എന്തെങ്കിലും നെഗോഷിയേഷൻസ് ഉണ്ടാവും. BS6 വണ്ടിയാണ്, 2020 മോഡലാണ്. ഹൈലി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിന്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമുക്ക് വരുന്ന എല്ലാ വാഹനങ്ങളുടെയും ഡീറ്റെയിൽ ആദ്യം വരിക നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിന്റെ ഉള്ളിലാണ് ആദ്യം നമ്മൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും അംഗങ്ങളാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നും ഡയറക്റ്റ് ഒരു വാഹനം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെ അവരങ്ങനെ ഒരു പ്ലാനിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെപ്പറ്റി അവരോടൊന്ന് പറയുക. അപ്പോൾ നമ്മളുടെ ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലെയും പേജുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും കിടിലിന് ഒരു വാഹനത്തിന്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.